കേരള യൂണിവേഴ്സിറ്റിയുടെ ഉടമസ്ഥതയിലുള്ള 10 ഏക്കർ ഭൂമി സ്വകാര്യ സംരംഭകർക്ക് സൗജന്യമായി വിട്ടുകൊടുക്കാൻ സിൻഡിക്കേറ്റ്. 100 കോടി രൂപ വിലമതിപ്പുള്ള ഭൂമി വിട്ടുകൊടുക്കേണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടും സിൻഡിക്കേറ്റ് യാതൊരു ഉപാധികളുമില്ലാതെ ഇത് നൽകാൻ തയ്യാറായത് തികച്ചും ദുരൂഹമാണ്. സാങ്കേതിക സർവകലാശാലയ്ക്കും ഉന്നത വിദ്യാഭ്യാസ കൌൺസിലിനും ആസ്ഥാന മന്ദിരങ്ങൾ നിർമ്മിക്കാൻ ഈ സ്ഥലം വിട്ടു നൽകാൻ വിസമ്മതിച്ച സർവകലാശാല ഇപ്പോൾ സ്വകാര്യ സംരംഭകർക്ക് സ്ഥലം നൽകുന്നത് ഏറെ സംശയങ്ങൾക്ക് ഇട നൽകുന്നു. ശാസ്ത്ര സാങ്കേതിക വകുപ്പിന് കീഴിൽ സംസ്ഥാനത്ത് തിരുവനന്തപുരം, കണ്ണൂർ, കൊച്ചി എന്നിവിടങ്ങളിൽ സ്വകാര്യ സംരംഭകരുമായി യോജിച്ച് സയൻസ് പാർക്കുകൾ ആരംഭിക്കാൻ സർക്കാർ തീരുമാനിച്ചിരുന്നു. ഇതിന്റെ പ്രവർത്തന പുരോഗതി വിലയിരുത്തുവാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നപ്പോൾ കേരള സർവകലാശാല കാര്യവട്ടം ക്യാമ്പസിൽ 10 ഏക്കർ ഭൂമി വിട്ടുകൊടുക്കുന്ന കാര്യം VC മുന്നോട്ടുവച്ചു. സർവകലാശാലയുടെ ഭരണപരമായ നിബന്ധനകളും വ്യവസ്ഥകളും നിർദ്ദിഷ്ട സയൻസ് പാർക്ക് പദ്ധതിയുടെ മാനദണ്ഡങ്ങളുമായി യോജിക്കാത്തതിനാൽ തിരുവനന്തപുരം ജില്ലയിൽ പാർക്ക് സ്ഥാപിക്കുന്നതിന് അനുയോജ്യമായ മറ്റൊരു സ്ഥലം കണ്ടെത്താൻ മുഖ്യമന്ത്രി ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകി. എന്നാൽ ഏകദേശം 100 കോടിയിൽ കൂടുതൽ വില വരുന്ന യൂണിവേഴ്സിറ്റി വക 10 ഏക്കർ ഭൂമി നേരത്തെ നിശ്ചയിച്ച നിബന്ധനകൾ ഒഴിവാക്കി സൗജന്യമായി വിട്ടുകൊടുക്കുവാൻ തയ്യാറാണെന്ന നിലപാടുമായി സിൻഡിക്കേറ്റ് അംഗങ്ങൾ രംഗത്തിറങ്ങി. സാങ്കേതിക സർവകലാശാലയുടെയും ഉന്നത വിദ്യാഭ്യാസ കൌൺസിലിന്റെയും ആസ്ഥാന മന്ദിരങ്ങൾ നിർമ്മിക്കാൻ സ്ഥലം വിട്ടു നൽകില്ലെന്ന് തീരുമാനം കൈക്കൊണ്ട സർവകലാശാലയാണ് സ്വകാര്യ സംരംഭകർക്ക് സയൻസ് പാർക്ക് ആരംഭിക്കുവാൻ സൗജന്യമായി ഭൂമി വിട്ടു നൽകുന്നത്. 2014 കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിന് പ്രതിവർഷം 1 കോടി രൂപ പാട്ട വ്യവസ്ഥയിൽ 37 ഏക്കർ ഭൂമി 30 വർഷത്തേക്ക് വിട്ടുകൊടുത്ത ഏജൻസി കഴിഞ്ഞ 10 വർഷമായി പാട്ടത്തുക കുടിശ്ശികയാണ്. സർവകലാശാല നാളിതുവരെ ഒരു നടപടിയും കൈക്കൊണ്ടിട്ടില്ല. യൂണിവേഴ്സിറ്റി ഭൂമി നഷ്ടപ്പെടില്ലെന്ന് മുഖ്യമന്ത്രി, ധനമന്ത്രി, വ്യവസായ മന്ത്രി എന്നിവരുടെ സാന്നിധ്യത്തിൽ നടന്ന യോഗ മിനിറ്റ്സ് സിൻഡിക്കേറ്റ് യോഗത്തിൽ VC റിപ്പോർട്ട് ചെയ്യവെയാണ് ഭൂമി ഏറ്റെടുക്കണമെന്ന സിൻഡിക്കേറ്റിന്റെ താൽപര്യം സർക്കാരിനെ അറിയിക്കുവാൻ തീരുമാനിച്ചത്. 4 വർഷ ബിരുദ കോഴ്സുകൾ ആരംഭിച്ചതോടെ സർവകലാശാലയുടെ വികസന പ്രവർത്തനങ്ങളെ ഭൂമി കൈമാറ്റം ചെയ്യുന്നത് ദോഷകരമായി ബാധിക്കും. സയൻസ് പാർക്ക് കാര്യവട്ടം ക്യാമ്പസിന് സമീപം വരുന്നതുകൊണ്ട് സർവകലാശാലയ്ക്കോ സർവകലാശാല വിദ്യാർത്ഥികൾക്കോ പ്രയോജനം ചെയ്യില്ല എന്ന് ടെക്നോ പാർക്കിന് സ്ഥലം നൽകിയതിലൂടെ തന്നെ സർവകലാശാലയ്ക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. കൊച്ചി സർവകലാശാലയ്ക്ക് സമീപം സയൻസ് പാർക്ക് ആരംഭിക്കുവാൻ FACTയുടെയും കണ്ണൂരിൽ കിൻഫ്രയുടെയും ഉടമസ്ഥാവകാശമുള്ള ഭൂമിയുമാണ് ഏറ്റെടുക്കുന്നത്. FACTയുടെ ഭൂമി 100 കോടി രൂപ സർക്കാർ നൽകി വാങ്ങുമ്പോൾ സൗജന്യ പാട്ട വ്യവസ്ഥയിലാണ് കേരളയുടെ ഭൂമി സ്വകാര്യ സംരംഭകർക്ക് കൈമാറുന്നത്. തങ്ങൾ ഭൂമി സയൻസ് പാർക്കിന് പ്രത്യേകമായി മാറ്റിവെച്ചിരിക്കുകയാണെന്നും വിട്ടു നൽകാൻ തയ്യാറാണെന്നും കാണിച്ച് രജിസ്ട്രാർ ഇന്ന് സർക്കാരിന് കത്ത് നൽകി. സെനറ്റ് മുന്നോട്ട് വെച്ചിട്ടുള്ള നിബന്ധനകൾ മറച്ചുവെച്ചാണ് രജിസ്ട്രാർ സർക്കാരിന് കത്ത് നൽകിയിട്ടുള്ളത്. സയൻസ് പാർക്കിന്റെ ഭരണസമിതിയിൽ VC ചെയർമാനായിരിക്കണമെന്നും സിൻഡിക്കേറ്റ് അംഗങ്ങൾക്ക് പ്രാതിനിധ്യം വേണമെന്നും വിദ്യാർത്ഥികൾക്ക് ഗവേഷണത്തിനുള്ള സൗകര്യം നൽകണമെന്നുമുള്ള നിബന്ധനകളാണ് ഒഴിവാക്കിയത്. ഇപ്പോൾ വിട്ടുകൊടുക്കുന്ന സ്ഥലത്ത് നിർമ്മിച്ചിട്ടുള്ള ഫാമിലി ക്വാർട്ടേഴ്സുകൾ ക്യാമ്പസിലെ മറ്റൊരു സ്ഥലത്ത് ഫ്ളാറ്റ് മാതൃകയിൽ നിർമ്മിക്കുവാനാണ് സർവകലാശാലയുടെ തീരുമാനം. VC ഡോക്ടർ മോഹനൻ കുന്നുമേൽ ഉന്നയിച്ച നിബന്ധനകൾ മുഖ്യമന്ത്രിക്ക് ബോധ്യപ്പെട്ടുവെങ്കിലും കേരള സർവകലാശാലയുടെ വൈജ്ഞാനിക നേതൃത്വവും സാമീപ്യവും സയൻസ് പാർക്കിന് ഉറപ്പാക്കുക എന്ന സ്വകാര്യ സംരംഭകരുടെ പ്രത്യേക താൽപര്യത്തിന് സിൻഡിക്കേറ്റ് അംഗങ്ങൾ വഴങ്ങുകയായിരുന്നുവെന്നാണ് ആക്ഷേപം. മുഖ്യമന്ത്രിക്ക് വസ്തുത ബോധ്യപ്പെട്ടുവെങ്കിലും മന്ത്രിസഭയിലെ ഒരു പ്രമുഖ മന്ത്രിയുടെയും യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റിലെ ചിലരുടെയും നിക്ഷിപ്ത താൽപര്യങ്ങൾക്ക് വഴങ്ങി കോടികളുടെ മൂല്യമുള്ള സർവകലാശാല ഭൂമി സൗജന്യമായി സർക്കാരിന് വിട്ടു നൽകാനുള്ള നീക്കം തടയണമെന്നാവശ്യപ്പെട്ട് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഗവർണർക്കും വൈസ് ചാൻസലർക്കും നിവേദനം നൽകി.